സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന അപകടകരമായ വൈദ്യുത ലൈൻ മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് അറിയിപ്പ് നൽകിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. പുനലൂർ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാദേവർ വലിയകാവ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയാണ് വൈദ്യുത ലൈൻ കടന്നുപോകുന്നത്. അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ തന്നെ രംഗത്തെത്തി. കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ സ്കൂളിന് മുകളിലൂടെ കടന്നുപോയ വൈദ്യുത ലൈനിൽ തട്ടി വിദ്യാർത്ഥി മരിക്കാനിടയുണ്ടായ സാഹചര്യം മുതലാണ് സ്കൂൾ പരിസരത്തെ അപകടകരമായ വൈദ്യുത ലൈൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിച്ചത്. ഇതോടെ വിഷയം കെഎസ്ഇബിയെ അറിയിച്ചു. എന്നാൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചത്. പഠനം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ 2 അടി ഉയരത്തിലാണ് വൈദ്യുത ലൈൻ കടന്നുപോകുന്നത്. ശുചിമുറിയോട് ചേർന്നുള്ള മരത്തിന്റെ ചില്ല വൈദ്യുത ലൈനിൽ മുട്ടി നിൽക്കുകയാണ്. പലതവണ ഈ സ്കൂൾ അധികൃതർ ഈ കെഎസ്ഇബി ഉദ്യോഗസ്ഥരോട്, പിറവന്തൂർ സെക്ഷൻ പരിധിയിലാണ് ഇത് പെടുന്നത്, കെഎസ്ഇബി അധികൃതരോട് ഇതിന് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രദേശത്തെ പട്രോളിംഗ് പോലും നടത്താതെ, ലൈൻ പട്രോളിംഗ് നടത്തുമെന്ന് അവകാശപ്പെടുന്ന കെഎസ്ഇബി വീണ്ടും ഒരു ദാരുണമായ ദുരന്തമുണ്ടാക്കിയതിന് ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന പിടിവാശിയിലാണ്. അടിയന്തരമായി ഈ ലൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളോ മറ്റോ ആക്കിക്കൊണ്ട് ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി കെഎസ്ഇബി അധികൃതർ തയ്യാറാകണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയാണ്. തീർത്തും ഉൾനാടൻ മലയോര മേഖലയിലാണ് മഹാദേവർമൺ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സാധാരണക്കാരുടെ കുട്ടികളാണ് ഇവിടെ അധികവും പഠിക്കുന്നത്. ഒരപകടമുണ്ടായാൽ സമയബന്ധിതമായി ചികിത്സ നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ. വഴിയുടെ ശോചനീയാവസ്ഥയും ആംബുലൻസുകളുടെ അഭാവവും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും ദുരന്തമുണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്ന കെഎസ്ഇബിയുടെ നിലപാടിനെതിരെ രക്ഷിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ.